എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മുടെ രാജ്യം ഇപ്പോൾ പല ഭീഷണികളും നേരിടുകയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അത് മറ്റു രീതിയിൽ. ഇതിനെല്ലാം അപ്പുറം തുടരെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളും ഇതെല്ലാം നാം ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പ്രധാന ബുദ്ധിമുട്ട്, രാജ്യം മോശമായ ഒരു സാഹചര്യത്തിൽ ഉള്ളപ്പോൾ അതിൽ നിന്നും, അതായത് പുറത്തുനിന്നും വരുന്ന ഭീഷണികളെ അതിജീവിക്കാൻ എല്ലാവരും ഒന്നായി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇത്. ഇതിൽ രാഷ്ട്രീയക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നാം രാജ്യത്തിനുള്ളിൽ നമുക്ക് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പല അഭിപ്രായങ്ങളുണ്ടാകാം. ബട്ട് രാജ്യസുരക്ഷയ്ക്ക് ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്ത് കാര്യങ്ങളും അത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഒന്നിച്ചു നിന്ന് ആ ഭീഷണിയെ നേരിടേണ്ടതാണ്. ഇതിൽ ഭീഷണിയെ നേരിട്ട് നല്ല രീതിയിൽ ഒരു സമാധാനം കുറിക്കുമ്പോൾ അതിലെ പോരായ്മകൾ വലുതായിട്ട് എക്സ്പോസ് ചെയ്ത് കാണിക്കുക അല്ല പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തിനും ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ ആർക്കെന്ത് സംശയമുണ്ടെങ്കിലും അതിന് കേൾക്കാം. ഈ പൊതുജനം എന്ന് പറയുന്നത് അവർ എല്ലായിടത്തും പ്രതികരിക്കില്ല, പക്ഷെ അവരുടെ മനസ്സുകളിൽ പല ആശയങ്ങളും കാണും. ആരെന്തൊക്കെ പറയുന്നു എന്ന് പൊതുജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവർ പ്രത്യക്ഷത്തിൽ പറയാറില്ല. എനിക്കുണ്ടായ വീക്ഷണങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്കാകെ പറയാനുള്ളത്, ഭരണപക്ഷമായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും ഇപ്പോൾ അതിർത്തിയിൽ ആരെങ്കിലും നമ്മെ തകർക്കാൻ വന്നാൽ, നമുക്ക് ഭീഷണിയുമായി വന്നാൽ, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ, അപ്പോൾ പ്രതിപക്ഷത്തെ വിളിച്ചൊരു മീറ്റിംഗ് കൂട്ടി അഭിപ്രായം പറഞ്ഞ് അതിന് പ്രതിവിധി നേടാൻ പോയി കഴിഞ്ഞാൽ ശത്രുക്കൾ നമ്മുടെ വീടുകളിൽ കടന്നെത്തും. അപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അത് ഏത് പാർട്ടി ഭരിച്ചാലും അതൊരു സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ പ്രതിപക്ഷമായി ആലോചിച്ചില്ല എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല. എന്നാൽ ഇതിനെല്ലാം ശേഷം ഭരണപക്ഷം വ്യക്തമായ വിവരങ്ങൾ പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടതാണ്. ഇനി പ്രതിപക്ഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ അതിർത്തിയിൽ ബുദ്ധിമുട്ടുന്ന ഭടന്മാരെ കരുവാക്കാൻ, അവരെ ഡീമോറലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും നടത്തരുത്. ഭരണപക്ഷം പറയുന്നത് ശിരസ വഹിക്കുകയാണ് സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്ന ഭടന്മാർ ചെയ്യുന്നത്. അവർക്ക് അതാണ് ജോലി. ആയതുകൊണ്ട് ഞാൻ എല്ലാ ഭരണപക്ഷ നേതാക്കളോടും പ്രതിപക്ഷ നേതാക്കളോടും എൻ്റെ റിക്വസ്റ്റാണ്, എന്ത് ചെയ്താലും എമർജൻസി കാര്യങ്ങളുണ്ടായാൽ അത് നിങ്ങൾക്ക് ഭരണപക്ഷത്തിന് അടിയന്തരമായി അതിനെ നേരിട്ട് കുറച്ച് സമാധാനമാവുമ്പോൾ തീർച്ചയായും എന്ത് സാഹചര്യമുണ്ടായി, എങ്ങനെ ഉണ്ടായി, നാം എന്തൊക്കെ അച്ചീവ് ചെയ്തെന്നുള്ള വിവരങ്ങൾ പ്രതിപക്ഷത്തിനെയും അറിയിക്കണം. അവരായിട്ട് ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ വ്യക്തമായി പങ്കിടക്കാൻ ശ്രമിക്കുക. ഇതാണ് നല്ലൊരു ജനായത്ത് ഭരണരീതി എന്ന് പറയുന്നത്. ഭരണങ്ങൾ മാറി വരാം. ഇപ്പോൾ ഈയിടയ്ക്ക് ബീഹാറിൽ ഒരു ഭരണം നടന്നു. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു NDA, അതിൽ മത്സരിച്ച ഒരു കൂട്ടർക്ക് നല്ല വിജയം കിട്ടി, മറ്റു കൂട്ടർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയായി. അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല വ്യാഖ്യാനങ്ങളും അതിൻ്റെ എല്ലാം സമയമൊന്നും ആയില്ല. അത് പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും ആരും എന്തും ഒത്തിരി ആഘോഷിക്കുന്നതും ഒത്തിരി ഇത് ചെയ്യുന്നതും
നന്നല്ല. പല പ്രഖ്യാപനങ്ങളും നടത്തി ഭരണത്തിൽ കയറുന്നു. അതിന് പ്രായോഗികമാക്കാൻ അത്ര എളുപ്പമല്ല. അതിനെ പ്രായോഗികമാക്കാനും ശ്രമിക്കുക. ഒപ്പം പ്രതിപക്ഷം ഒന്നുമില്ല, അവർ സീറോയാണെന്നുള്ള ഒരു ധാരണയും ഭരണപക്ഷം വച്ച് പുലർത്താതിരിക്കുക. അത് അതിൻ്റേതായ ദോഷവശങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ ജയിച്ച ഭരണപക്ഷത്തെ അഭിനന്ദിക്കുന്നു. അവർ പല രീതിയിലും ഏത് മാർഗമായിരുന്നാലും അവരുപയോഗിച്ച മാർഗത്തിൽ അവർക്ക് സക്സസ്സായി. തോറ്റവർ അവരും പല മാർഗങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ നിർഭാഗ്യവശാൽ അത് സക്സസ് ആയില്ല. എങ്കിൽ തന്നെയും ഇവയൊന്നും ഇപ്പോൾ ഇത് നടന്നുകൊണ്ടേയിരിക്കും. സംഭവമാമി യുഗേ യുഗേ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.